ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സൺസ്ക്രീൻ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് മുന്നേ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു സൺസ്ക്രീൻ, ഞാനത് പമ്പിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു സൺസ്ക്രീൻ ഞാൻ അന്ന് വാങ്ങിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് വന്നിട്ട് അക്വാലോജിക്കയുടെ ഈ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. ഇതൊരു അടിപൊളി സൺസ്ക്രീൻ ആണ്. എല്ലാ സ്കിൻ ടൈപ്സിനും ഇത് ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇതിപ്പോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 വീക്സ്, മോർ ദാൻ 3 വീക്സ്, ഒരു 1 മന്ത് ഒക്കെ ആയിട്ടുണ്ടാവും. ഞാൻ കറക്റ്റ് ഡേറ്റ് ഒന്നും ഓർക്കുന്നില്ല. ബട്ട് ഇത് നല്ല സാധനമാണ് കേട്ടോ. ഇതിന്റെ 50 ml ആണ് ഞാൻ 50 ഗ്രാം ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അക്വാലോജിക്കയുടെ ഗ്ലോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഇതിനകത്ത് പപ്പായ ആൻഡ് വൈറ്റമിൻ സി ആണ്. ബ്രൈറ്റൻ ചെയ്യും നമ്മുടെ സ്കിന്നിനെ, അതുപോലെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതിനകത്ത് SPF 50+ ഉണ്ട്, PA+++4+ ഉണ്ട്, UVA പ്രൊട്ടക്റ്റഡ് ആണ്, UVB പ്രൊട്ടക്റ്റഡ് ആണ് എന്നൊക്കെയാണ് ഇത് പറയുന്നത്. എനിക്ക് ഇതിനകത്ത് പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനു മുൻപ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ്. ഡോട്ട് ആൻഡ് കീയുടെ യെല്ലോ തന്നെ, അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ എനിക്ക് ഡോട്ട് ആൻഡ് കീ ആണ് കുറച്ച് ബെസ്റ്റ് ആയിട്ട് തോന്നിയത് എന്റെ സ്കിൻ വന്നിട്ട് ഒരു നോർമൽ കൈൻഡ് ഓഫ് സ്കിൻ ആണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പൊ ഇതും എന്റെ സ്കിന്നിന് ഓക്കെ ആണ്, ഡോട്ട് ആൻഡ് കീ ഓക്കെ ആണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഡോട്ട് ആൻഡ് കീ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. മേ ബി അക്വാലോജിക്കയുടെ അത്രയും യൂസ് ചെയ്ത് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഡോട്ട് ആൻഡ് കീ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് എനിക്ക് ഇതിനകത്ത് അങ്ങനെ തോന്നാൻ കാരണം ഇത് അടിപൊളിയാണ്, അല്ലാന്നല്ല ഞാൻ പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ പോയാലും ഇതിന്റെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും. നല്ല സാധനമാണ്, മൊത്തത്തിൽ ട്രാവൽ ഫ്രണ്ട്ലി ആണ്, എല്ലാം അടിപൊളിയാണ്. ഇതിന്റെ എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബ്രൈറ്റ് അപ്പ് ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട്, ബ്രൈറ്റൺ ചെയ്യും എന്നുള്ളത്. ഹൈഡ്രേറ്റഡ് ഓഫ് കോഴ്സ് ഇവർ ചെയ്യുന്നുണ്ട്, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും, നമ്മുടെ ഫേസ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. പക്ഷെ ബ്രൈറ്റണിങ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതാണ് എനിക്ക് ഇതിനകത്ത് ഒരു ഡിമെറിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഡോട്ട് ആൻഡ് കീ പക്ഷെ ബ്രൈറ്റണിങ് അങ്ങനെ പറയുന്നുണ്ട്, ചെറിയ രീതിക്ക് ഒരു ഗ്ലോ മാത്രം പറയുന്നുള്ളൂ. പക്ഷെ അവർ അതിനകത്ത് നമുക്ക് ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ എന്റെ ഫേസിൽ ഒരു ഗ്ലോ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇവര് പക്ഷെ അത് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഗ്ലോ കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിന്റെ ആപ്ലിക്കേഷൻ ഭയങ്കര നല്ലതാണ്, അതുപോലെ ഇതിന്റെ ടെക്സ്ചർ ഭയങ്കര നല്ലതാണ്, അടിപൊളിയാണ്. ഇതിനകത്ത് അത്ര ഓയിലി അങ്ങനത്തെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഓയിലി സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാൻ ധൈര്യമായിട്ട്, യാതൊരു പ്രോബ്ലവും ഇല്ല. പക്ഷെ എല്ലാം കൊണ്ടും നല്ലതാണ്. എനിക്ക് പേഴ്സണലി ഇവർ അതിനകത്ത് ക്ലൈം ചെയ്യുന്നുള്ളത് കൊണ്ട് മാത്രം ബ്രൈറ്റനിങ് എഫക്ട് എനിക്ക് അത്രയ്ക്കൊരു ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സംഗതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ബാക്കി എല്ലാം കൊണ്ടും എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിന്റെ ഞാൻ മുന്നേ ഷോർട്ട് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പമ്പ് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ആകും, നമുക്ക് ഇത് വർക്ക് ചെയ്യില്ല, ഇടയ്ക്ക് പമ്പ് കംപ്ലൈന്റ് ആകും, ഇതിനകത്തൊന്നും ഒരു സാധനം വരത്തില്ല. അപ്പൊ എനിക്ക് ഇനീഷ്യൽ ടൈമിൽ തന്നെ, ഞാനിത് വാങ്ങിച്ച സമയത്ത് തന്നെയായിരുന്നു എനിക്ക് ഈ പമ്പ് വർക്ക് ചെയ്യുന്നില്ല. ഞാനൊരു 2 ദിവസം യൂസ് ചെയ്തോളൂ, എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഷോർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് എനിക്ക് സജഷൻ പോലെ തന്നിരുന്നു. ഇതിന്റെ ബാക്കിൽ ഒരു ഹോൾ ഉണ്ട്, ഇതിന്റെ ബാക്കിൽ ഇത് ഇങ്ങനെ ഇവിടെ ഒരു ഹോൾ ഉണ്ട്, നിങ്ങൾക്ക് കാണണോ എനിക്ക് അറിയത്തില്ല, ഒരു ഹോൾ ഉണ്ട്. അപ്പൊ ആ ഹോളിൽ ചെറുതായിട്ട് ഒന്ന് പിൻ ചെയ്തിട്ട് ഒന്ന് എഗെയിൻ നമ്മളൊന്ന് പമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-20 തവണ നമ്മളിത് ഇങ്ങനെ പമ്പ് ചെയ്തോണ്ടിരുന്നത്, ഇതിനകത്തുനിന്ന് ഇപ്പൊ സാധനം വന്നു, ഇങ്ങനെ പമ്പ് ചെയ്തോണ്ടിരുന്നാൽ നമുക്ക് പിന്നെയും ഈ സാധനം ആക്റ്റീവ് ആയിക്കോളും. അങ്ങനെ ആ ഒരു രീതിയിൽ എനിക്ക് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ അറിയുന്ന ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടി ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ അക്വാലോജിക്കയുടെ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പമ്പ് കൈൻഡ് ഓഫ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഒരു ക്രീമി ടെക്സ്ചർ ആണ്, ഒരു ബട്ടർ ഒക്കെ പോലത്തെ ഒരു ഇതാണ് കേട്ടോ. അത് കണ്ടോ, കയ്യിൽ നമ്മൾ ഇതിപ്പോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നേ തന്നെ ഈ സാധനം അബ്സോർബ് ആയിക്കോളും, ഒത്തിരി ടൈം ഒന്നും എടുക്കത്തില്ല. അത് ഡോട്ട് ആൻഡ് കീ വെച്ചിട്ട് എനിക്ക് ഇതിന്റെ ഒരു ഡോട്ട് ആൻഡ് കീ വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തതാണ്. നമുക്കത് ഒത്തിരി ടൈം ഒന്നും എടുക്കത്തില്ല. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സൺസ്ക്രീൻ എടുത്തു. ഇത് മറ്റേന്ന് വെച്ചാൽ വാട്ടറി ബേസ് ആണ്, ഇത് വന്നിട്ട് അങ്ങനെയല്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ഇത് അബ്സോർബ് ആയിക്കോളും. അത് ഭയങ്കര ഒരു ക്വാളിറ്റി ആണ് ഇതിന്റെ. പിന്നെ എനിക്ക് തോന്നിയത് ബോയ്സിന് കുറച്ചുകൂടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സൺസ്ക്രീൻ ആണ് അക്വാലോജിക്കയുടെ. കാരണം അവർക്കുള്ള പൊതുവെ നമ്മളിപ്പോ ഗേൾസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സൺസ്ക്രീൻ ഒക്കെ ഇടുന്ന സമയത്ത് നമ്മളിപ്പോ എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, നമ്മൾ സൺസ്ക്രീൻ ഇടുമ്പോൾ ചെറുതായിട്ടൊരു ഗ്ലോ വരുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ അതുപോലത്തെ ഒരു സാധനം ഇതിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ബോയ്സിനാണെങ്കിൽ അവർക്ക് അങ്ങനെയൊന്നുമില്ല, എങ്ങനെ തന്നെ ഫേസ് ഇരിക്കുന്നോ അതുപോലെ ഇപ്പൊ നമ്മുടെ ഫേസ് ഒരു നോർമൽ രീതിയിൽ ഇരിക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ഫേസിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഉണ്ടാക്കത്തില്ല. പക്ഷെ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു സൺസ്ക്രീൻ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ
ഇങ്ങനെ ഒരു സൺസ്ക്രീൻ ഇട്ടതിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു എഫക്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ഒരു വെള്ള പോലെ ഇരിക്കണ്ട, അല്ലെങ്കിൽ ഒരു ഗ്ലോ ഒന്നും വരണ്ട. നോർമൽ ആയിട്ട് നമ്മുടെ ഫേസ് എങ്ങനെ ഇരുന്നോ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ അക്വാലോജിക്കയുടെ ഈ ഗ്ലോ പ്ലസ് എന്ന് പറഞ്ഞ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇതൊരു അടിപൊളി സൺസ്ക്രീൻ ആണ്. നമുക്ക് നല്ല രീതിക്ക് UV പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ഭയങ്കര എക്സ്ട്രീം ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് മേ ബി ചിലപ്പോ ഒരു ഓയിലിന്റെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കുറച്ചൊരു ഓയിൽ പോലെ തോന്നും, പക്ഷെ അത് എക്സ്ട്രീം ഓയിലി സ്കിന്നുകൾക്ക് മാത്രമേ അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളൂ. ബാക്കി എല്ലാ സ്കിൻ ടൈപ്സിനും ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ എമൗണ്ട് വരുന്നത് 449 രൂപയാണ് 50 ഗ്രാമിന്. പക്ഷെ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കൊരു 300 സംതിങ്ങിന് ഉറപ്പായിട്ടും ഇത് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് അഫോർഡബിൾ ആണല്ലോ, പെട്ടെന്ന് വാങ്ങിക്കാനും അല്ലെങ്കിൽ ട്രാവൽ ഫ്രണ്ട്ലി ഒക്കെയാണ്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ മൊത്തത്തിൽ ഇപ്പം എനിക്കിത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഞാൻ ഡോട്ടാൻഗി വെച്ച് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്ത ഡോട്ടാൻഗി ആയതുകൊണ്ടാണ്. എനിക്ക് പേഴ്സണലി എന്റെ സ്കിന്നിന് സ്യൂട്ട് ആയതാണ്. ഓരോരുത്തർക്കും ഇത് ഡിഫറെന്റ് ആയിരിക്കും. അക്വാലോജിക്കയും ഡോട്ടാൻഗിയും യൂസ് ചെയ്തിട്ടുള്ള വേറൊരാൾക്ക് മേ ബി അക്വാലോജിക്ക ആയിരിക്കും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ എന്റെ സ്കിന്നിന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ ഒരു നോർമൽ സ്കിന്നാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിന് റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് മുൻപ് ഇപ്പൊ ഞാൻ ഡോട്ടാൻഗി യൂസ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ യൂസ് ചെയ്തത് ഡെർമാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഹൈറലോണിക് ആസിഡിന്റെ ഒരു ഹൈറലോണിക് ആണോ അങ്ങനെ എന്തോ ഒരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലോട്ട് പടമൊക്കെ കൊടുക്കാം. അപ്പൊ അത് കാണുമ്പോൾ അത് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മേ ബി ഇത് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇത് സ്വർഗം എന്നുള്ള രീതിയിൽ എടുത്തേനെ. പക്ഷെ ഞാൻ ഡോട്ടാൻഗി ആണ് ഇതിന് മുൻപ് യൂസ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡോട്ടാൻഗി ആണ് കുറച്ച് ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. ഡോട്ടാൻഗിയുടെ യെല്ലോ ആണ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. ഞാൻ അതിന്റെ വാട്ടർമെലൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അത് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ അതിന്റെയും റിവ്യൂ ചെയ്യാം. അപ്പോ ഇത്രയാണ് അക്വാലോജിക്കയുടെ എനിക്ക് തോന്നിയ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ബാക്കി എല്ലാം കൊണ്ടും ഇത് അടിപൊളിയാണ്. എന്റെ സ്കിന്നിന് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടതും ആ ഒരു ഗ്ലോയുടെ ബ്രൈറ്റ്, നമ്മളൊരു ഫേസിൽ ഒരു സാധനം ഇടുമ്പോൾ പെട്ടെന്ന് ഒരു ഗ്ലോ വരുന്നത് ഡോട്ടാൻഗി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ബാക്കി എല്ലാം ഒരുപോലെയാണ്, എല്ലാം അടിപൊളിയാണ്. ഇത് വന്നിട്ടൊരു ബട്ടർ, ഒരു ക്രീമി ഫോം ആണ്. മറ്റേത് വന്നിട്ട് ഒരു കുറച്ച് വാട്ടറി ആണെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു വന്നപ്പോൾ ശരിക്കും പറഞ്ഞ ഡോട്ടാൻഗി വേഴ്സസ് അക്വാലോജിക്ക എന്ന് പറഞ്ഞൊരു വീഡിയോ പോലെ ആയിപ്പോയി. ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തത്. അതായതുകൊണ്ടാണ് ഞാൻ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ഇതിനകത്ത് പറഞ്ഞത്. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കണം എന്നൊക്കെയുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് അക്വാലോജിക്കയുടെ ഗ്ലോ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യെല്ലോ ട്യൂബിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.